മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ മാർക്കറ്റുകളൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇടിവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും വലിയ പ്രതീക്ഷകൾ, നമ്മൾക്ക് വലിയ രൂപത്തിൽ തന്നെ ഡെവലപ്ഡ് ആകും എന്ന് വിചാരിക്കുന്ന കമ്പനികൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ വാങ്ങിച്ച് വെച്ച ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ലാഭത്തിൽ വന്നിട്ടും വിൽക്കാൻ പറ്റാത്ത ആയിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടവും ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന BCL ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം 46.73 രൂപ ക്ലോസ് ചെയ്യുന്ന ക്ലോസിംഗ് പ്രൈസ് കാണിക്കുന്നത്. അഥവാ 0.96 അഥവാ 96 പൈസ ലോസിലാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ കാര്യം അറിയാം, എന്താണ് ഈ മാർക്കറ്റിൽ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഈ ഒരു ലോസ് അല്ലെങ്കിൽ ഈ ഒരു മൈനസായിട്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല. 2.01% അന്നത്തെ ടോട്ടൽ ലോസായിട്ട് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ഓവർവ്യൂ പെർഫോമൻസ് ഒന്ന് നോക്കാം. ടുഡേ ലോ എന്ന് പറയുന്നത് 46.50 രൂപ 48.25 രൂപ വരെ ഹൈ പോയിട്ടുണ്ട്. അഥവാ ഒരു 3 രൂപയുടെ അല്ലെങ്കിൽ 2 രൂപയുടെ അടുത്ത് ഈ കമ്പനിയുടെ ഒറ്റ ദിവസത്തെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം ചെറിയ സ്റ്റോക്കുകളിൽ കൈവെക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നന്നായി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് അവിടെ ഡെഡ് മണി അങ്ങനെ കടന്നു പോകും. അത് വളരെ ഡേഞ്ചറാണ്. പക്ഷേ ഇത്തരം പെർഫോമൻസ് കാഴ്ചവെക്കുമ്പം ഹൂജി ക്വാണ്ടിറ്റി വാങ്ങിക്കുന്ന ആളുകൾക്ക് 1 രൂപ ഒരു സ്റ്റോക്ക് കിട്ടിയാൽ പോലും ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യവും ഉള്ള ആളുകളുണ്ട്. അവർക്കാണ് കൂടുതൽ ഇതിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സാധ്യതകൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 52 വീക്കിൽ ലോ നോക്കുകയാണെങ്കിൽ 44 രൂപ 21 ഈ നെക്സ്റ്റ് വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു കൊല്ലം കൊണ്ട് വളർന്നു എന്നുള്ളത് അത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഒരുപാട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് 86 രൂപ 30 അപ്പോൾ ലോവും ഹൈയും തമ്മിൽ പകുതി അഥവാ നല്ലൊരു 100% വളർച്ച കാണുന്നുണ്ട് എന്നുള്ളത്, ഏകദേശം കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1379 കോടി രൂപയാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 13.27, PB റേഷ്യോ ആകട്ടെ 1.82, ഇൻഡസ്ട്രി PE റേഷ്യോ 29.80, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.50, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.74. അതൊരു 46 രൂപ കൊടുത്തിട്ടുള്ള സ്റ്റോക്കിൽ ഇത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ്. കാരണം ചെറിയൊരു പൈസയിൽ ഇത്ര ശതമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് തിരക്കേടില്ല. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 3.52, ഡിവിഡൻഡ് yield 0.49%, ബുക്ക് വാല്യൂ വരുന്നത് 25.63, ഫേസ് വാല്യൂ 1 രൂപയുമാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡാണ്. ഫിനാൻഷ്യലിൻ്റെ റവന്യൂ ഭാഗത്ത് നിന്ന് 3 മാസത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 502 കോടി രൂപയാണ്. അത് 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴേക്ക് ഒരു അത്യാവശ്യം ഒരു വളർച്ച വന്നിട്ടുണ്ട്. 646 കോടി രൂപയിലേക്ക് വളർന്ന് വലുതായിട്ടുണ്ട്. അത് 2024 തന്നെ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് താഴോട്ട് പോയി 616 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ചുരുക്കമാണെന്ന് പറയേണ്ടതില്ല. കാരണം 2024 ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം നല്ല റിക്കവറി ആയിട്ടുണ്ട്. 660 കോടി രൂപ റവന്യൂ സംഭവിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ ക്ലോസ് ചെയ്യും, അഥവാ 2024 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യും 748 കോടി. ഈ ചാർട്ടിൽ നമുക്ക് ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ഫിഗറും ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റവന്യൂയുടെ ഇയർലി ബേസ്ഡുള്ള ചാർട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2020, 21, 22, 23, 24 വർഷത്തെ കണക്കുകൾ, അഥവാ 5 വർഷ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത്. 2020 കമ്പനിക്ക് 921 കോടി രൂപയാണ് റവന്യൂ. 2021 വരുമ്പം 1455 കോടി രൂപ വർധനവ് വന്നിട്ടുണ്ട്. അഥവാ ആ ഒരു ഫിഗറിലേക്ക് റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. 2022 വരുമ്പം 1995 കോടി രൂപയിലേക്ക് വീണ്ടും വളർച്ച കാണിക്കുന്നുണ്ട്. പക്ഷേ 2023 ഒരു സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം അല്പം താഴോട്ട്, നാമമാത്രമായി എന്ന് പറഞ്ഞാൽ 100 കോടിയോളം താഴോട്ട് പോയിട്ട് 1825 കോടി രൂപയിൽ അവസാനിച്ചു. പക്ഷേ അത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഓവർകം ചെയ്ത് കയറി പോന്നിട്ടുണ്ട്. 2024 എത്തുമ്പം ഇതുവരെ ഇല്ലാത്ത ഒരു ഫിഗർ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2137 കോടി രൂപ റവന്യൂയുടെ ബേസിൽ 2024 കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല പോസിറ്റീവ് ടെൻഡൻസി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം.
ഈ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ ക്വാർട്ടർ 19.67 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 32.78 കോടി രൂപയും 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 23.71, അല്പം നേരത്തെയുള്ള സംഖ്യയെ അപേക്ഷിച്ച് അല്പം താഴോട്ട് പോയിട്ടുണ്ട്. 2024 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം ഒന്ന് മുകളിലോട്ട് അഥവാ ഇൻക്രീസ് ആയിട്ടുണ്ട്, 24.51 കോടി രൂപയും. നെക്സ്റ്റ് സെപ്റ്റംബർ 2024 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 29.87 കോടി രൂപയുമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ത്രൈമാസ കണക്കാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതൊരു വാർഷിക കണക്കടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 5 കൊല്ലത്തെ കണക്കാണ്. 2020, 21, 22, 23, 24 5 വർഷത്തെ കണക്ക്. 2020 കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25.85, 2021 42.15 കോടി രൂപയും 2022 84.77 കോടി രൂപയായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. 2023 64.35 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. 2024 ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ പ്രോഫിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടുള്ളൊരു ഫിഗർ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 95.92 കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നെറ്റ്വർത്തിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഇയർലി ബേസ് ചെയ്തിട്ട് 20 മുതൽ 24 വരെയുള്ള വാർഷിക കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത്. 2020 കമ്പനിയുടെ നെറ്റ് വർത്ത് 217 കോടി രൂപയാണ്. 2021 എത്തുമ്പം ഈ ചാർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2021 287 കോടി രൂപയായി വർദ്ധിച്ചു. 2022 378 കോടി രൂപയായിട്ട് വർധനവ് വന്നു. 2023 കമ്പനിയുടെ നെറ്റ് വർത്ത് 490 കോടി രൂപയിലേക്ക് എത്തി. 2024 എത്തുമ്പം ഇതുവരെയുള്ള കണക്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഫിഗർ കമ്പനിക്ക് നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 674 കോടി രൂപ. വളരെ ഭംഗിയായിട്ടുള്ളൊരു പെർഫോമൻസ് കമ്പനിയുടെ എല്ലാ ലെഗ്സുകളിലും. അതുപോലെ 3 ത്രെഡ്സ് മീൻസ് ഒന്ന് റവന്യൂ, 2 പ്രോഫിറ്റ്, നെറ്റ് വർത്ത്. ഈ 3 കാര്യങ്ങളിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കമ്പനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് 57.77%. നമ്മൾ സാധാരണ പറയാറുണ്ട് 50%ൻ്റെ മുകളിലെങ്കിലും കമ്പനിയുടെ പ്രൊമോട്ടർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവാണ് എന്നുള്ളത് നമുക്ക് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് ഇതിനെയും പരിഗണിക്കാം. ഈ 57.77% 2024 ഡിസംബർ ക്വാർട്ടറിൽ ഈ കമ്പനി പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 41.47%, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 0.77% സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്വന്തമായി ഒന്ന് മനസ്സിലാക്കുക, ഇത് വേണോ വേണ്ടേ എന്നൊക്കെ സ്വന്തം തീരുമാനിക്കുക. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നല്ല ഒരു സാമ്പത്തിക വിദഗ്ധനെ കാണുക, അങ്ങനെ ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു ഇടിവിൽ കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും നല്ല ഒരു വിജയം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.